അറക്കല്ലിടണം. ആ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ചടങ്ങിന് ഭാഗമാകാൻ കഴിഞ്ഞതിനും പറഞ്ഞതുപോലെ ഇങ്ങനെ കല്ലെടുത്ത് കൊടുക്കാൻ പറ്റിയത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. എനിക്ക് തോന്നുന്നു ഇനി കംപ്ലീറ്റ് ആയെന്ന് അറിയുന്നവരെ എനിക്ക് ടെൻഷനാണ്. അതെ, എന്റെ വീട്ടിലാണ് ഞാൻ കല്യാണം. അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. എനിക്ക് പറയുന്ന പോലെ പല ആൾക്കാരും ഞാൻ പാലക്കാട്ടുകാരിയാണ്, തൃശ്ശൂർക്കാരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പാലക്കാടിനോട് ഒരു സ്പെഷ്യൽ സ്നേഹം. വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ കഴിയട്ടെ. വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നേ പറ്റൂന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഈ വീട് കിട്ടാനായിട്ടുള്ള വേറൊരു കാരണക്കാരുണ്ട്, നമ്മുടെ പാഞ്ചാലിയമ്മ. അപ്പൊ പാഞ്ചാലിയമ്മ എന്നോടൊരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ എന്തിനൊന്നും ഇവിടെ ശിവേട്ട അവിടെ വേറൊരു വീടിന്റെ തിരക്കലുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിട്ട് വന്നു. അപ്പൊ അന്നേരമാണ് വഴി തടുത്ത് നിർത്തിയിട്ട് പാഞ്ചാലിയമ്മ പറഞ്ഞൊരു വീട്. അപ്പൊ ഞാൻ വിചാരിച്ചു പാഞ്ചാലിയമ്മ വന്നപ്പോ പാഞ്ചാലിയമ്മയുടെ വീടിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ വന്നത് വേറൊരാളുടെ വീടിന് വേണ്ടിയിട്ടാണ്. ആ അമ്മയുടെ ഒരു അമ്മ മനസ്സുകൂടിയാണ്. അപ്പൊ അമ്മ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളല്ല. എന്നിട്ട് എനിക്ക് വീട് വേണം എന്നല്ല പറഞ്ഞത്, അവർക്കൊരു വീട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വീട് ഇങ്ങനെ ചൂസ് ചെയ്യുന്നതിനകത്ത് പാഞ്ചാലിയമ്മ വന്ന് പറഞ്ഞതിനകത്തും ഒരു വലിയ റോളുണ്ട്. അപ്പൊ എല്ലാവർക്കും സ്നേഹാശംസകൾ. നമ്മുടെ ഈ മയിൽ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. കാരണം ഒരാള് ലോകം മുഴുവൻ കീഴടക്കിയിട്ട് വന്നാലും സ്വന്തം വീട്ടിൽ, സ്വന്തം മുറിയിൽ, സ്വന്തം കട്ടിൽ നിന്ന് കിടക്കുമ്പോഴേ ഒരു നല്ല ചിരി ഉണ്ടാവും, ഒരു ആശ്വാസത്തിന്റെ ചിരി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് സ്മൈൽ എന്ന പേരിട്ടത്. അപ്പൊ അത് പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന ആശങ്കയായി. കാരണം സ്വകാര്യ ഫണ്ടുകൾ കണ്ടെത്തണം, സർക്കാരിന്റെ ഫണ്ട് എടുക്കാൻ കഴിയില്ല, MLA ഫണ്ട് എടുക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരനായ ഉമേഷ് ഏട്ടൻ, മോഹൻ സാറിന്റെ മകനാണ്. ഉമേഷ് ഏട്ടൻ ദീർഘകാലമായിട്ടുള്ള ഒരു സഹോദരനാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആശയമുണ്ട്. അപ്പൊ എന്നോടൊപ്പം തന്നെ പറഞ്ഞു, ഒരു CSR ഫണ്ട് ഞങ്ങൾക്കുണ്ട്, നീ ഒന്ന് അച്ഛനോട് സംസാരിക്കുക, അച്ഛൻ കൺവിൻസ്ഡ് ആണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. നേരെ മോഹൻ സാറിനെ പോയി കണ്ടു, സംസാരിച്ചു. മോഹൻ സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്തതുണ്ട്. അപ്പോൾ മോഹൻ സാറിനോട് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. സാധാരണ CSR ഫണ്ട് വരുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഏറ്റവും അർഹരായവർക്ക് മാത്രമേ വീട് കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൊ തന്നെ സമ്മതിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് നമ്മൾ 10ാമത്തെ വീടിന്റെ തറക്കല്ലിടുകയാണ്. മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ആസിഫ് അലിയാണ് ആദ്യമായി തറക്കല്ലിട്ടുകൊണ്ട് തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഇപ്പോ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു.